2026 ഫെബ്രുവരിയിൽ കമ്പ്യൂട്ടർ കമ്പോണന്റുകളുടെ വിലയിൽ വന്ന വ്യത്യാസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മെമ്മറിയുടെയും സ്റ്റോറേജിന്റെയും ഒക്കെ വിലകൾ വളരെ കൂടുതലാണെങ്കിലും ഇപ്പോൾ സ്റ്റേബിൾ ആണ്. മാത്രമല്ല ചെറുതായിട്ട് വിലകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ചില ഗ്രാഫിക്സ് കാർഡുകൾക്ക് വില ഇപ്പോഴും കൂടുന്നുണ്ട്. കമ്പ്യൂട്ടർ കമ്പോണന്റുകളുടെ വില പലതരം PC ബിൽഡുകളെ എങ്ങനെ ബാധിച്ചു എന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് DDR3 മെമ്മറിയുടെ വിലയിൽ നിന്ന് തുടങ്ങാം. ഇന്റൽ i7 4790 പ്രോസസർ ഉപയോഗിച്ചുള്ള വില കുറഞ്ഞ ബിൽഡുകൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് 8GB DDR3 മോഡ്യൂൾ. ഞാനിത് പണ്ട് 500 രൂപയ്ക്കൊക്കെ വാങ്ങിയതാണ്. ജനുവരിയിൽ ഇതിന്റെ വില ഏകദേശം 2000 രൂപയ്ക്ക് അടുത്തെത്തി. എന്നാൽ ഫെബ്രുവരിയിൽ വിലയിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയ PC ബിൽഡുകൾ ഇന്ന് നമുക്ക് AMDയുടെ AM4 പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കാം. അതിന് പറ്റിയ മെമ്മറിയാണ് DDR4 മോഡ്യൂൾ. ഇന്റൽ 8th ജെൻ തൊട്ട് 14th ജെൻ വരെയുള്ള പ്രോസസറുകൾ ഉപയോഗിച്ചുള്ള ബിൽഡുകളും DDR4 വെച്ച് നമുക്കുണ്ടാക്കാം. DDR4 റാമിനും വിലക്കയറ്റമുണ്ട്. എന്നാൽ ഫെബ്രുവരിയിൽ വിലകൾ ഇതിനും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് വിലകൾ 4 ഇരട്ടിയിൽ നിന്ന് 3 ഇരട്ടിയിലേക്കുള്ള പ്രയാണത്തിലാണ്. 8GB DDR4ന് ഏകദേശം 6000 രൂപയും 16GB DDR4ന് ഏകദേശം 10000 രൂപയാണ് ഫെബ്രുവരിയിലെ വില. ശ്രദ്ധിക്കുക, വില കൂടുതലായതുകൊണ്ട് ഒരുപാട് ചാത്തൻ ബ്രാൻഡുകളുടെ മെമ്മറികൾ ഇപ്പോൾ കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ വരുന്നുണ്ട്. എന്നാൽ പ്രധാന ബ്രാൻഡുകളുടെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെമ്മറി മോഡ്യൂൾ ബില്ലും വാറണ്ടി സഹിതം വാങ്ങുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഫ്യൂച്ചർ പ്രൂഫ് PC ബിൽഡുകളിൽ ഉപയോഗിക്കുന്ന DDR5 മെമ്മറിയുടെ വില നോക്കാം. 16GB 6000 MHz മോഡലിന് ഏകദേശം 18000 രൂപയും 32GB 6000 MHzന് ഏകദേശം 32000 രൂപയാണ് ഇപ്പോഴത്തെ വില. വില ഇപ്പോൾ സ്റ്റേബിൾ ആണ്. എന്നാൽ ഓഗസ്റ്റിലെ വില വെച്ച് നോക്കുമ്പോൾ ഇത് 3 ഇരട്ടിയിൽ കൂടുതലാണ്. മെമ്മറിയുടെ വില ഇനിയും കൂടാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. കാരണം AI സെർവറുകളിൽ ഉപയോഗിക്കുന്ന HP മെമ്മറിയുടെ വിലയ്ക്ക് അടുത്താണ് ഇപ്പോൾ DDR5ന്റെ വില. എന്നാൽ ഇൻഡസ്ട്രി എക്സ്പെർട്ടുകൾ പറയുന്നത് വില 2026 സെപ്റ്റംബർ വരെ ഇനിയും കൂടാൻ സാധ്യത ഉണ്ടെന്നാണ്. അതായത് നിങ്ങൾക്ക് മെമ്മറി അത്യാവശ്യമാണെങ്കിൽ ഇന്ന് തന്നെ വാങ്ങുക, ആവശ്യമല്ലെങ്കിൽ കാത്തിരിക്കുക. സാധാരണ കമ്പ്യൂട്ടർ കടയിൽ നമ്മൾ വില ചോദിക്കുമ്പോൾ അവർ പറയാറ് തന്നിരിക്കുന്ന വിലയ്ക്ക് 3 ദിവസം വരെ ആയുസുണ്ടെന്നാണ്. എന്നാൽ പല കടക്കാരും ഇപ്പോൾ അത് 1 ദിവസമാക്കി ചുരുക്കി. അതായത് ഇന്നത്തെ വിലയല്ല നാളത്തെ വില. എന്നാൽ രസകരമായ കാര്യം, ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മെമ്മറിയുടെ വിലകൾ മാറുന്നത് എല്ലാ ദിവസവുമല്ല, മറിച്ച് എല്ലാ മണിക്കൂറിലുമാണ്. Ryzen 5 9600X, Intel Core Ultra 5 225F തുടങ്ങിയ കിടിലൻ പ്രോസസറുകൾ ഉപയോഗിച്ചുള്ള ബിൽഡുകൾക്ക് ഈ DDR5 മെമ്മറിയാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റോറേജിന്റെ വില വിവരങ്ങൾ നോക്കാം. പുതിയ പല ഗെയിമുകൾക്കും 100ഉം 200ഉം GB ഒക്കെ സ്റ്റോറേജ് വേണം. അതായത് ഒരു ഗെയിമിംഗ് PCയിൽ 1 TB എങ്കിലും കപ്പാസിറ്റിയുള്ള NVMe SSD ഉണ്ടെങ്കിൽ 4-5 ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. എന്നാൽ 1 TB Gen 4 NVMe SSDക്ക് ഇപ്പോൾ 15000ന് മുകളിൽ വിലയുണ്ട്. നല്ല ബ്രാൻഡിന്റെ 500GB NVMe SSDക്ക് 8000ന് മുകളിലും 250GBക്ക് 5000ന് മുകളിലും ഇപ്പോൾ വിലയുണ്ട്. എന്നാൽ വില കുറഞ്ഞ പലതരം പുതിയ ചാത്തൻ NVMe SSDകളും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. Gen 4 SSDയേക്കാൾ ഇരട്ടി വേഗതയുള്ള പുത്തൻ മോഡലാണ് PCI Gen 5 SSD. ഇതിറങ്ങിയപ്പോൾ വലിയ വിലയായിരുന്നു. അതിന്റെ വിലയൊക്കെ നവംബർ വരെ കുറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും വില കൂടി. 1 TB Gen 5 SSD മോഡൽ നമുക്ക് ഏകദേശം 19000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും. ഫ്യൂച്ചർ പ്രൂഫ് PCയിൽ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിനും Gen 4 SSDക്കും തമ്മിലുള്ള വില വ്യത്യാസം ഇപ്പോൾ കുറവാണ്. NVMe SSDകൾക്ക് മാത്രമല്ല, എക്സ്റ്റേണൽ SSDകൾക്കും ഹാർഡ് ഡിസ്കുകൾക്കും ഒക്കെ വില കൂടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം 7300 രൂപയ്ക്ക് വാങ്ങിയ 1 TB കപ്പാസിറ്റിയുള്ള കിങ്സ്റ്റന്റെ XS1000 എക്സ്റ്റേണൽ SSDക്ക് ഇപ്പോൾ 14000 രൂപ, അതായത് ഇരട്ടി വിലയുണ്ട്. 16000 രൂപയ്ക്ക് നേരത്തെ കിട്ടുമായിരുന്ന 8 TB ഈ ഹാർഡ് ഡിസ്കിന് ഇപ്പോൾ 25000 രൂപ വിലയുണ്ട്. സ്റ്റോറേജിന്റെ വില ഇപ്പോൾ തൽക്കാലം കൂടിയ ലെവലിൽ സ്റ്റേബിൾ ആണ്. മാത്രമല്ല മെമ്മറിയുടെ അത്രയും വിലക്കയറ്റം SSDകൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന് സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം SSDയിൽ ഉപയോഗിക്കുന്ന NAND ഫ്ലാഷിന് ഈ അടുത്ത് ഒറ്റ ദിവസം കൊണ്ട് 50% വരെ വില കൂടിയത്രേ. PC ബിൽഡ് ചെയ്യുമ്പോൾ വില കുറയ്ക്കാനുള്ള ഒരു മാർഗം 500GB NVMe SSD വാങ്ങി ബാക്കി സ്റ്റോറേജിന് സാധാരണ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നതാണ്. അതായത് സ്ഥിരം ഉപയോഗിക്കുന്ന ഫയലുകളും വിൻഡോസും ഒക്കെ NVMe ഡിസ്കിലും ബാക്കി ഫയലുകളും ബാക്കപ്പും ഒക്കെ ഹാർഡ് ഡിസ്കിലും സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് ഗ്രാഫിക്സ് കാർഡുകളുടെ വിലകൾ നോക്കാം. 2026 ജനുവരിയിലാണ് ഗ്രാഫിക്സ് കാർഡുകൾക്ക് പെട്ടെന്ന് വില കൂടി തുടങ്ങിയത്. അതിലുപയോഗിക്കുന്ന VRAM മെമ്മറിക്ക് വില കൂടിയതാണ് പ്രധാന കാരണം. ഈ വിലക്കയറ്റം ഫെബ്രുവരിയിലും തുടർന്നു. ഉദാഹരണത്തിന് ഞാൻ 3300 രൂപയ്ക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയ RX 550 2GB ഗ്രാഫിക്സ് കാർഡിന് ഇപ്പോൾ ഏകദേശം 5000 രൂപ വിലയുണ്ട്. അതായത് 50%-ഓളം വില കൂടി. RX 550യുടെ 4GB വേർഷൻ വില കൂടിയെങ്കിലും ഇപ്പോൾ അത് ഏകദേശം 7500 രൂപയ്ക്ക് കിട്ടും. 4GB VRAM ഉള്ളതുകൊണ്ട് പല ഗെയിമുകളും നമുക്കിതിൽ കളിക്കാം. പുത്തൻ ഫീച്ചറുകളായ റേ ട്രേസിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന 4GB VRAM ഉള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് RX 6500 XT. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതിന് ഏകദേശം 20% വിലക്കയറ്റമുണ്ട്. ഈ കാർഡിന്റെ റിവ്യൂസ് ഒക്കെ മോശമാണെങ്കിലും കുറഞ്ഞ ചെലവിൽ ഗെയിം കളിക്കാൻ ഇത് ഉപയോഗിക്കാം. 6500 XTയേക്കാൾ കുറച്ചുകൂടെ VRAM ഉള്ള NVIDIAയുടെ എൻട്രി ലെവൽ മോഡലാണ് RTX 3050 6GB. നേരത്തെ 15000 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇതിനിപ്പോൾ 23000-നടുത്ത് വിലയുണ്ട്. 25000 രൂപയിൽ താഴെ വിലയിൽ മിക്കവാറും എല്ലാ ഗെയിമുകളും 1080pയിൽ സ്മൂത്തായി കളിക്കാൻ പറ്റുന്ന ഒരു കാർഡായിരുന്നു RTX 3060 12GB. ഇതിപ്പോൾ കിട്ടാനില്ല. ഉണ്ടെങ്കിൽ തന്നെ 40000 രൂപയൊക്കെയാണ് വില. 2025 NVIDIA ഇറക്കിയ പുത്തൻ എൻട്രി ലെവൽ ഗ്രാഫിക്സ് കാർഡാണ് 5050 8GB.
ഏകദേശം 27,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഇതിന്റെ വില ഒരു സമയത്ത് 25,000 രൂപ വരെ താന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് 30,000 രൂപ വിലയുണ്ട്. 1080p ഗെയിമിങ്ങിന് പറ്റിയ NVIDIAയുടെ പുത്തൻ മോഡലാണ് RTX 5060 8GB. വിലക്കുറവിൽ ഒരു പുതിയ ഗെയിമിംഗ് PC വാങ്ങുമ്പോൾ ഇതാണ് സാധാരണ മിക്കവരുടെയും ചോയ്സ്. DLSS ഉള്ളതുകൊണ്ട് ഈ കാർഡ് ഉപയോഗിച്ച് പല ഗെയിമുകളും വലിയ മോണിറ്ററിൽ 1440p റെസൊല്യൂഷനിലൊക്കെ കളിക്കാം. ഇപ്പോഴും ചെറിയ വിലക്കയറ്റം മാത്രമേ ഈ കാർഡിനുള്ളൂ. 35,000 രൂപ മുതൽ വാങ്ങാം. വിലക്കുറവിൽ വാങ്ങാൻ പറ്റിയ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ഗ്രാഫിക്സ് കാർഡായിരുന്നു RX 9060 XT 16GB മോഡൽ. VRAM കൂടുതലുള്ളതുകൊണ്ട് പല ഗെയിമുകളും നമുക്ക് കൂടിയ ക്വാളിറ്റിയിൽ കളിക്കാം. പക്ഷേ ഈ കാർഡിന് ഇപ്പോൾ 46,000 രൂപയൊക്കെ വിലയുണ്ട്. അതായത് 10,000 രൂപയുടെ വില വർധനവ്. 4K റെസൊല്യൂഷനിൽ ഗെയിം കളിക്കാൻ പറ്റിയ RTX 5060 Ti 16GB മോഡലിനും RTX 5070 12GB മോഡലിനും ഒക്കെ ഫെബ്രുവരിയിൽ വില കൂടി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വില കൂടിയ ഗ്രാഫിക്സ് കാർഡുകൾക്ക് ലോക്കൽ ഷോപ്പുകളിൽ ഓൺലൈനിനേക്കാൾ വില കുറവാണ് എന്നതാണ്. 2 ആഴ്ചയായിട്ട് ഗ്രാഫിക്സ് കാർഡിന്റെ വിലകൾ സ്റ്റേബിൾ ആണ്. പക്ഷേ വിലകൾ എപ്പോൾ വേണമെങ്കിലും കൂടാം. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറുകൾക്ക് ജനുവരിയിൽ ചെറുതായി വില കൂടിയെങ്കിലും ഫെബ്രുവരിയിൽ വിലകൾ പഴയതുപോലെയായി. AM4 പ്ലാറ്റ്ഫോമിലെ പുത്തൻ മോഡലായ Ryzen 5 5600F ഏകദേശം 10,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും. AM5ലെ പുത്തൻ മോഡലായ 9600Xന് ഏകദേശം 21,000 രൂപയാണ് വില. എന്നാൽ 9600Xനോട് കടപിടിക്കുന്ന ഇന്റലിന്റെ മോഡലായ Core Ultra 5 225Fന് നല്ലപോലെ വില കുറഞ്ഞു. ഫെബ്രുവരിയിൽ ഇതിന്റെ വില 14,000-ൽ താഴെയായി. DDR5 റാമും പറക്കുന്ന PCIe Gen 5 SSDയും ഒക്കെയുള്ള ഗെയിമിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും പറ്റിയ ഒരു ഫ്യൂച്ചർ പ്രൂഫ് PC ഉണ്ടാക്കാൻ ഇപ്പോൾ ഇന്റൽ Ultra 5 225F പ്രോസസ്സർ നല്ലൊരു ഓപ്ഷനാണ്. പ്രോസസ്സറുകളുടെ വിലയും കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇന്റൽ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറുകളുടെ വില ഈയിടെ കൂട്ടി. മാത്രമല്ല റിപ്പോർട്ടുകൾ പറയുന്നത് ചില ലാപ്ടോപ്പ് പ്രോസസ്സറുകൾ ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ ഇന്റലിന് പറ്റുന്നില്ല എന്നാണ്. അതുകൊണ്ട് ലാപ്ടോപ്പിനൊക്കെ 40% വരെ വില കൂടാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബാക്കി PC കമ്പോണന്റുകളുടെ വിലകളിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 5600F പ്രോസസ്സർ ഉപയോഗിച്ചുള്ള ബിൽഡിന് പറ്റിയ MSIയുടെ B550M Pro VDH Wi-Fi മദർബോർഡ് ഇപ്പോൾ 10,000 രൂപയിൽ താഴെ വിലയിൽ കിട്ടും. Ryzen 7500F പ്രോസസ്സറോ പുത്തൻ 9600X പ്രോസസ്സറോ ഉപയോഗിച്ചുള്ള ബിൽഡുകൾക്ക് പറ്റിയ MSIയുടെ B650M ഗെയിമിംഗ് വൈഫൈ ബോർഡിന് 10,000 രൂപയിൽ താഴെ വിലയായി. മാത്രമല്ല പവർഫുൾ ഫ്യൂച്ചർ പ്രൂഫ് Ryzen ബിൽഡുകൾക്ക് പറ്റിയ MSIയുടെ B850M ഗെയിമിംഗ് പ്ലസ് വൈഫൈ മദർബോർഡിനും ഇന്റൽ കോർ അൾട്ര പ്രോസസ്സറുകൾ ഉപയോഗിച്ചുള്ള PC ബിൽഡുകൾക്ക് പറ്റിയ MSIയുടെ B860M ഗെയിമിംഗ് പ്ലസ് വൈഫൈ മദർബോർഡിനും ഇപ്പോൾ വിലക്കുറവുണ്ട്. PC ബിൽഡുകൾക്ക് വേണ്ട CPU കൂളർ, പവർ സപ്ലൈ, ക്യാബിനറ്റ്, മോണിറ്റർ എന്നിവയുടെ വിലകളിൽ ഒന്നും വലിയ വ്യത്യാസമില്ല. ഉദാഹരണത്തിന് സാധാരണ പ്രോസസ്സറുകൾക്ക് പറ്റിയ ഡീപ്കൂളിന്റെ AK400 എയർ കൂളർ ഏകദേശം 2,000 രൂപയ്ക്കും പവർഫുൾ പ്രോസസ്സറുകൾക്ക് പറ്റിയ AK620 ഡിജിറ്റൽ AC എയർ കൂളർ ഏകദേശം 5,000 രൂപയ്ക്കും കിട്ടും. ചില പവർ സപ്ലൈകൾക്ക് ചെറിയ വില വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ജനുവരിയിൽ 7,400 രൂപയ്ക്ക് കിട്ടുമായിരുന്ന ഡീപ്കൂളിന്റെ PN750M 750 വാട്ട് മോഡുലർ 80+ ഗോൾഡ് PSUവിന് ഇപ്പോൾ 8,000-നടുത്ത് വിലയുണ്ട്. എന്നാൽ കൂളർ മാസ്റ്ററിന്റെ 650 വാട്ട് 80+ ബ്രോൺസ് മോഡലായ MWE 650 300 രൂപ കുറഞ്ഞ് 5,200-ൽ നിന്ന് 4,900 ആയി. കോർസെയറിന്റെ 80+ ഗോൾഡ് മോഡലായ RM 1000X 1000 വാട്ട് മോഡലിന്റെ വില 100 രൂപ കുറഞ്ഞ് 14,500 രൂപയായി. മെറ്റലുകളുടെ വില കൂടുന്നത് കാരണം പവർ സപ്ലൈകൾക്കും വില കൂടാൻ സാധ്യതയുണ്ട്. ക്യാബിനറ്റുകൾക്കും ഫെബ്രുവരിയിൽ വലിയ വില വ്യത്യാസമില്ല. ക്യാംഡിയാസിന്റെ ടാലോ C3 3,200 രൂപയ്ക്കും MSIയുടെ MacForge 120A 3,500 രൂപയ്ക്കും ആൻറ്റി സ്പോർട്സിന്റെ ക്രിസ്റ്റൽ X6 6,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും. മോണിറ്ററുകൾക്കും വലിയ വില വ്യത്യാസമില്ല. ഉദാഹരണത്തിന് MSIയുടെ Mac 255F E20 25 ഇഞ്ച് മോണിറ്റർ 8,000 രൂപ റേഞ്ചിൽ വാങ്ങാൻ പറ്റും. ഇനി ഞാൻ PC ബിൽഡുകളുടെ വിലകൾ കാണിക്കാം. ഏകദേശം 20,000 രൂപ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് PC നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഇന്റൽ i7 4790 പ്രോസസർ ഉപയോഗിച്ചുണ്ടാക്കാം. ഇതിലെ RX 550 2GB കാർഡിൽ പഴയ ഗെയിമുകൾ ഓടും. എന്നാൽ പുതിയ ഗെയിമുകൾ ഓടിക്കാൻ RX 6500 XT 4GB കാർഡോ അല്ലെങ്കിൽ RTX 3050 6GB കാർഡോ ഇതിലിടണം. ശ്രദ്ധിക്കുക, പുതുപുത്തൻ AAA ഗെയിമുകൾ പലതും ഇതിൽ സ്മൂത്തായി ഓടില്ല. ജനുവരി അപേക്ഷിച്ച് ഈ ബിൽഡിന് ഇപ്പോൾ ഏകദേശം 500 രൂപ കൂടെ മുടക്കണം. ഓഫീസ് വർക്കിനാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഒഴിവാക്കി ഇതിന്റെ വില ഇനിയും കുറയ്ക്കാം. ശ്രദ്ധിക്കുക, 4790 എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ ആമസോണിലൊക്കെ പലർക്കും 4770 TE മോഡൽ ചിപ്പാണ് കിട്ടുന്നത്. എന്നാൽ അതിന് 4790 അപേക്ഷിച്ച് ശക്തി കുറവാണ്. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇന്റൽ i3 9100 ഉപയോഗിച്ചുള്ള കുറച്ചുകൂടെ പുതിയ ഈ ബിൽഡ് ചെയ്യാം. ഇതിലെ പ്രോസസ്സറും സെക്കൻഡ് ഹാൻഡ് മോഡലാണ്. ഇതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ കുറച്ചുകൂടെ സ്പീഡുള്ള DDR4 റാം ആണ് ഉപയോഗിക്കുന്നത്. 2, ഇതിൽ ഒഫീഷ്യലി വിൻഡോസ് 11 ഓടും. ഈ ബിൽഡിന് ഫെബ്രുവരിയിൽ ഏകദേശം 1000 രൂപ കൂടി. ശ്രദ്ധിക്കുക, ഓഗസ്റ്റിൽ ഇത് നമുക്ക് വെറും 25,000 രൂപയ്ക്ക് ബിൽഡ് ചെയ്യാമായിരുന്നു. ഞാൻ ഈ കാണിക്കുന്ന ബിൽഡുകളുടെയൊക്കെ വിശദമായ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കമ്പോണന്റുകൾ മാത്രമുള്ള ബിൽഡുകൾ നോക്കാം. പവർഫുൾ Ryzen 5600X പ്രോസസ്സറും കിടൽ RTX 3060 12GB ഗ്രാഫിക്സ് കാർഡുമുള്ള ഈ ബിൽഡിന് ഏകദേശം 4,000 രൂപ ഫെബ്രുവരിയിൽ കൂടി.
ഇതിലെ RTX 3060ക്ക് വൻ വിലക്കയറ്റമായതുകൊണ്ട് അതിന് പകരം വില കുറഞ്ഞ എന്നാൽ കൂടുതൽ ശക്തിയുള്ള RTX 5060 8GB വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ വില കുറഞ്ഞ് ജനുവരിയിലെ ഈ ബിൽഡിന്റെ ഏകദേശ വിലയാകും. ശ്രദ്ധിക്കുക, 5600Xന് വില കൂടിയതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് ശക്തി കുറഞ്ഞ പുതിയ 5600F പ്രോസസ്സർ ഉപയോഗിക്കാം. ഇത് 4K ഗെയിമിങ്ങും 4K വീഡിയോ എഡിറ്റിംഗും ഒക്കെ പറ്റുന്ന 9600X പ്രോസസ്സർ ഉപയോഗിച്ചുള്ള ഒരു ഫ്യൂച്ചർ പ്രൂഫ് PC ബിൽഡാണ്. ജനുവരി അപേക്ഷിച്ച് വില കുറഞ്ഞ ഒരു ബിൽഡാണിത്. കാരണം ഇതിലുപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ, ഗ്രാഫിക്സ് കാർഡ്, സ്റ്റോറേജ്, മെമ്മറി എന്നിവയ്ക്കൊക്കെ ചെറിയ വിലക്കുറവുണ്ട്. എന്നാൽ ഓഗസ്റ്റിലെ വില വെച്ച് നോക്കിയാൽ ഇപ്പോഴും ഏകദേശം 48,000 രൂപ കൂടുതൽ മുടക്കണം. 75,000 രൂപ ബഡ്ജറ്റിൽ 2026 ഫെബ്രുവരിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഈ PCയിൽ മിക്കവാറും എല്ലാ ഗെയിമുകളും സ്മൂത്തായി കളിക്കാം. എന്നാൽ നിങ്ങളുടെ ബഡ്ജറ്റ് 50,000 ആണെങ്കിൽ ഈ ബിൽഡ് ചെയ്യാം. പക്ഷേ വൈഫൈ അഡാപ്റ്റർ സെപ്പറേറ്റ് വാങ്ങണമെന്ന് മാത്രം. പിന്നീട് പൈസ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വില കുറയുമ്പോൾ ഇതിലെ RX 550 മാറ്റി RX 7600 ഗ്രാഫിക്സ് കാർഡ് ഇടാം. ഗാർട്ട്നറൊക്കെ പ്രവചിക്കുന്നത് 2028 വില കുറഞ്ഞ PCകൾ ഇല്ലാതാകുമെന്നാണ്. അവർക്ക് അറിഞ്ഞുകൂടല്ലോ നമ്മൾ പഴയ 4790യും DDR3യും ഒക്കെ വെച്ച് PC ഓടിക്കുമെന്ന്.